എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി പ്രവേശന നടപടികൾ മെയ് 16-ാം തീയതി മുതൽ ആരംഭിക്കും. ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ട് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ട് vhscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയുമാണ് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കൾക്കും +1 പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവിധ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള എല്ലാവിധ സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും അതുപോലെ രക്ഷിതാക്കളാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ഉള്ള സംശയമായിരിക്കും ഹയർ സെക്കൻഡറിയിലേക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും 2 അപേക്ഷകളാണോ എന്നുള്ളത്. അപ്പോൾ 2 അപേക്ഷകളാണ്. നിങ്ങൾ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യണം എന്നില്ല. കാരണം സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് സമയത്ത് അതൊരു പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻ്റാണ് ആദ്യം വേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. അതായത് നിങ്ങളുടെ SSLCയുടെ രജിസ്റ്റർ നമ്പറാണ് ആദ്യം വേണ്ടത്. അതുപോലെ തന്നെ പിന്നീട് വേണ്ടത് മൊബൈൽ നമ്പറാണ്. മൊബൈൽ നമ്പർ നിങ്ങളുടെ അമ്മയുടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരുടെയോ ഒക്കെ മൊബൈൽ നമ്പർ നൽകാം. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതുവരെ, അതായത് ഈ ഒരു +1 അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതുവരെ ഈ ഒരു മൊബൈൽ നമ്പർ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ നമ്പർ നൽകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതുവരെ അവർ നിങ്ങളുടെ ഒപ്പം വീട്ടിൽ ഉണ്ടാകുന്നവർ ആയിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനും അല്ലെങ്കിൽ അമ്മയും ഒക്കെ വിദേശങ്ങളിലേക്ക് ജോലിക്ക് ഉടൻ പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ കേരളത്തിന് പുറത്താണ് അവർ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയ്ക്ക് പുറത്തായിട്ടാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഓരോ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്തും നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ നമ്പർ ലഭിക്കണം എന്നില്ല. അതായത് ഈ ഒരു മൊബൈൽ നമ്പറിൽ വരുന്ന മെസ്സേജുകൾ ചിലപ്പോൾ ലഭ്യമാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നുകിൽ നിങ്ങളുടെയോ അല്ലെങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നതുവരെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്നവരുടെയോ നമ്പർ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ഓരോ അലോട്ട്മെൻറ്റ്, അതായത് ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനൊക്കെ അവസരം കിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും എഡിറ്റ് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ സമയത്ത് നൽകുന്ന മൊബൈലിൽ വരുന്ന OTP നമ്പർ നിങ്ങൾ നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു OTP നൽകാനുള്ള മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിലില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വിദേശത്താണ് നിങ്ങളുടെ രക്ഷിതാക്കൾ ഈ ഒരു തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് പോകുന്നുണ്ട് എങ്കിൽ അങ്ങോട്ടേക്ക് ഈ ഒരു മൊബൈൽ നമ്പർ, അതായത് ഈ ഒരു കണക്ഷൻ ലഭിക്കുന്നതല്ല. അതായത് നിങ്ങളുടെ സിമ്മ്, അതായത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സിമ്മിന് വിദേശ രാജ്യങ്ങളിൽ ചിലപ്പോൾ സിഗ്നൽ ലഭിക്കില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ SMS ഒന്നും അങ്ങോട്ടേക്ക് പോവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു നൽകുന്ന മൊബൈൽ നമ്പർ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നതുവരെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉള്ള മൊബൈൽ നമ്പർ ആയിരിക്കണം നൽകേണ്ടത്. കാരണം കഴിഞ്ഞ വർഷം പല വിദ്യാർത്ഥികൾക്കും ഇതേ രീതിയിലൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ രക്ഷിതാക്കളുടെ, അതായത് പിതാവിൻ്റെ ഒക്കെ നമ്പറൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അവരുടെ രക്ഷിതാവ് വിദേശത്ത് ജോലി ചെയ്യുന്നതായതുകൊണ്ട് ആ ഒരു ഫോണും എടുത്തുകൊണ്ട് പോയി. പക്ഷെങ്കിൽ പിന്നീട് ആ ഒരു ഫോണിൽ വരുന്ന SMS മറ്റ് കാര്യങ്ങളോ അങ്ങോട്ടേക്ക് സിഗ്നൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ, കിട്ടാത്തത് കൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥികൾക്ക് പിന്നീട് അതൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ഒരു മൊബൈൽ നമ്പർ നൽകുന്ന സമയത്ത് നിങ്ങളുടെയോ അല്ലെങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നതുവരെ നിങ്ങളോടൊപ്പം ഉള്ള അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരുടെയോ മൊബൈൽ നമ്പർ ആയിരിക്കണം നൽകേണ്ടത്. കാരണം ഈ ഒരു SMSും OTP കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നതുവരെ ആവശ്യമായിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ ഒരു ഇമെയിൽ ID ആണ്. അപ്പോൾ ഇമെയിൽ ID നൽകുന്ന സമയത്തും ഇതേ രീതിയിൽ തന്നെ ഇമെയിൽ അങ്ങോട്ടേക്ക് അയച്ചാലും അതുപോലെ ഇങ്ങോട്ടേക്ക് അയച്ചാലും ലഭിക്കുന്ന ഒരു ഇമെയിൽ ID ആയിരിക്കണം നിങ്ങൾ നൽകേണ്ടത്. അതായത് ആക്റ്റീവായിട്ടുള്ള ഇമെയിൽ ID ആയിരിക്കണം. അതുപോലെ മൊബൈൽ നമ്പർ നൽകുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ടത് അത് റീചാർജ് ചെയ്യുന്ന മൊബൈൽ നമ്പർ ആയിരിക്കണം. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് ഒരു മൊബൈൽ നമ്പർ നൽകും, പിന്നീട് അത് റീചാർജ് ചെയ്യാതൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ കട്ടായി പോകുന്ന സാഹചര്യമൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് വേണ്ടത് നിങ്ങൾക്ക് വല്ല റിസർവേഷനുകൾ ഉണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻ ഡോക്യുമെൻ്റ് ആണ്. അതായത് മിശ്രവിവാഹിതരായവരുടെ മക്കൾ, അതുപോലെ തന്നെ ഈ ഒരു സൈനിക സേവനം നടത്തുന്ന മാതാപിതാക്കൾ ഉള്ളവരുടെ മക്കൾ, അതുപോലെ തന്നെ സൈന്യത്തിൽ വെച്ച് മരിച്ചു പോയിട്ടുള്ളവരുടെ മക്കൾ, അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ട് എങ്കിൽ ആ ഒരു റിസർവേഷൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ, അതുപോലെ SC ST വിഭാഗത്തിലുള്ളവർ, അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചുള്ള വിദ്യാർത്ഥികൾ, അതായത് കമ്മ്യൂണിറ്റി കോട്ടയിൽ സീറ്റ് കിട്ടുന്നതിനായിട്ട് കമ്മ്യൂണിറ്റി റിസർവേഷനുകളുണ്ട്. അപ്പോൾ ആ ഒരു റിസർവേഷനായിട്ട് നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണെങ്കിൽ ആ ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ ഇൻകം ആനുകൂല്യമുള്ളവർക്ക് ഇൻകം സർട്ടിഫിക്കറ്റ്, അതായത് ഫീസ് ആനുകൂല്യം ഉള്ളവർക്കൊക്കെ ഇൻകം സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ്, ഇതുപോലെ നിങ്ങൾക്ക് അതുപോലെ നാറ്റിവിറ്റി തെളിയിക്കുന്നതിനായിട്ട് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ ആ ഒരു ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ആ ഒരു നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. അതേസമയം അതിലില്ല എങ്കിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും. അപ്പോൾ
ഇത്രയും റിസർവേഷൻ ഡോക്യുമെൻറ്റുകളാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റുകൾ, അതായത് നിങ്ങൾ സ്കൂളിൽ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലബിനൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ക്ലബ്ബുകൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ക്ലബ്ബുകളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ആവശ്യമാണ്. കാരണം അതിന് ബോണസ് പോയിൻ്റൊക്കെ ലഭ്യമായ ടൈ ബ്രേക്കിന് ബോണസ് പോയിൻ്റ് അല്ല, ടൈ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു റാങ്ക് പട്ടിക തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നതിനായിട്ടാണ് ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റുകളാണ് നിങ്ങൾക്ക് അപേക്ഷ നൽകുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണുള്ളത്, ആ ഒരു ഡോക്യുമെൻറ്റുകളാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ എല്ലാ വിദ്യാർത്ഥികളുടെ കയ്യിലും SSLC രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ഈ ഒരു ഇമെയിൽ ID, അതുപോലെ തന്നെ റിസർവേഷൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്, അതുപോലെ തന്നെ ടൈ ബ്രേക്കിനായിട്ട് ഉള്ള ഡോക്യുമെൻറ്റുകൾ. ടൈ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ LSS USS പരീക്ഷയുടെയൊക്കെ നിങ്ങൾ മുൻപ് 5-ലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ എഴുതിയ ആ ഒരു 4ാം ക്ലാസ്സിൽ നിന്നൊക്കെ എഴുതിയ ആ ഒരു പരീക്ഷയുടെയൊക്കെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ടൈ ബ്രേക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കുക. അതായത് ഇതൊക്കെ അപേക്ഷ നൽകുന്നതിനായിട്ട് ഉപയോഗപ്പെടുത്താം. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അപേക്ഷ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലേക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും സെപ്പറേറ്റ് അപേക്ഷയാണ് നൽകേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് hscap.kerala.gov.in എന്നാണ്. ഇത് ഹയർ സെക്കൻഡറിയിലെ പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏകജാലക വെബ്സൈറ്റ് ആണ്. അതുപോലെ VHSCAP, അതായത് ഈ ഒരു HSCAPൻ്റെ മുൻപിൽ ഒരു V ഇട്ടാൽ VHSCAP.kerala.gov.in എന്നൊരു വെബ്സൈറ്റായി. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് VHSCAP.kerala.gov.in എന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് വഴി 2 സെപ്പറേറ്റ് അപേക്ഷകളാണ്. നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ HSCAP വഴിയും VHSCAP ആണെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കുമാണ് പ്രവേശനം നൽകുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അക്ഷയ വഴിയാണ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ലഭിക്കും. അത് നിങ്ങൾ കറക്റ്റായിട്ട് വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. കാരണം ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ഈ ഒരു ഓരോ അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിലും നിങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ അക്ഷയ വഴിയും ഇൻ്റർനെറ്റ് കഫേകൾ വഴിയുമാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ ഹയർ സെക്കൻഡറിയിലും അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഈ ഒരു 2 അപേക്ഷകളും അവിടെ നിന്നും നൽകുന്നതായിരിക്കും. അതുപോലെ അപേക്ഷ നൽകിയ ശേഷം നിങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു പ്രിൻ്റൗട്ടും കാര്യങ്ങളൊക്കെ കയ്യിൽ വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. കാരണം അതുപോലെ അതിൻ്റെ പാസ്വേഡും വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്, മറന്നു പോകരുത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ ഏകജാലക സംവിധാനമായിട്ടുള്ള വെബ്സൈറ്റാണ് ഈ ഒരു VHSCAP.kerala.gov.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ കാസ്റ്റിൻ്റെ ആ ഒരു കാറ്റഗറി ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളുടെയും SSLC സർട്ടിഫിക്കറ്റിലും മറ്റും OBC എന്നായിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ കാറ്റഗറി വൈസ് നിങ്ങൾക്ക് റിസർവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ +1 പ്രവേശന സമയത്ത് നിങ്ങളുടെ കാറ്റഗറി OBC എന്നുള്ളതിന് പകരം ഇനി പറയാൻ പോകുന്ന രീതിയിലാണ് നൽകേണ്ടത്. കാറ്റഗറി തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് +1 പ്രവേശനം അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ നൽകുന്നത് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് VHSCAP.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്, ഇവിടെ Annexure 3 റിസർവേഷൻ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് സിമ്പിളായിട്ട് ഇത് കണ്ടെത്താനായിട്ട് വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വെബ്സൈറ്റ് വഴി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശന വെബ്സൈറ്റ് വഴി ഈ ഒരു കാര്യം കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു PDF ആയിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സംവരണ ആനുകൂല്യമുള്ള സമുദായങ്ങളുടെ പട്ടിക എന്ന് പറയുന്നത്. ഇവിടെ ETB എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, അതായത് ഈയവ, അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈയവ, തീയ, ഇശുവൻ, അതുപോലെ ഇയുവൻ, അതുപോലെ ഇല്ലുവൻ, അതുപോലെ ബില്ലാവ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട്, അതായത് ഇല്ലുവൻ എന്നാണ് തോന്നുന്നത്, അപ്പോൾ അത് കറക്റ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ ബില്ലാവ എന്നിങ്ങനെയുള്ള വിഭാഗക്കാർ പെടുന്നത് ETB ആണ്. പക്ഷേ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുക OBC എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു OBC എന്നുള്ളതല്ല നൽകേണ്ടത്, നിങ്ങളുടെ കാറ്റഗറി ആയിട്ട് ETB എന്നാണ് നൽകേണ്ടത്. ഇവിടെ കാറ്റഗറി നിങ്ങൾക്ക് ഇവിടെ കട്ടിയിൽ ഇവിടെ നിങ്ങൾക്ക് ETB, അതുപോലെ മുസ്ലിം, അതുപോലെ തന്നെ ധീവര, അതുപോലെ ലാറ്റിൻ, കത്തോലിക്ക, ആംഗ്ലോ ഇന്ത്യൻസ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കട്ടിയിൽ കാറ്റഗറി ഏതാണെന്ന് നൽകിയത് കാണാൻ സാധിക്കും. അതിൽ ഏതൊക്കെ വിഭാഗക്കാരാണ് അതിൽ ഉൾപ്പെടുന്നത് എന്നുള്ളത് ഇവിടെ കട്ടി കുറച്ച് നൽകിയത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ മുസ്ലിം വിഭാഗത്തിലുള്ളവരുടെയും SSLC സർട്ടിഫിക്കറ്റിൽ OBC എന്നായിരിക്കും ഉണ്ടാവുക. പക്ഷേ നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങളുടെ കാറ്റഗറി എന്നുള്ളത് മുസ്ലിം എന്നാണ് നൽകേണ്ടത്, അല്ലാതെ
OBC എന്നല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് നൽകുക. കാരണം കാറ്റഗറി വൈസ് സീറ്റിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റിൽ നിങ്ങൾ OBC എന്നാണ് നിങ്ങളുടെ കാറ്റഗറി ആയിട്ട് നൽകിയതെങ്കിൽ അത് അഡ്മിഷൻ ലഭിക്കാതെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്മിഷൻ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാലും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ തരാതിരുന്നാൽ പിന്നീട് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. കഴിഞ്ഞ വർഷം അതേ രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. കാറ്റഗറി OBC എന്ന് നൽകി, പക്ഷേ ആ ഒരു വിദ്യാർത്ഥിയുടെ കാറ്റഗറി ETB എന്നായിരുന്നു. പക്ഷേ സ്കൂളിൽ പോയപ്പോൾ അഡ്മിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വീണ്ടും അത് എഡിറ്റ് ചെയ്ത് നൽകിയ ശേഷമാണ് പിന്നീട് അലോട്ട്മെൻറ്റ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ SC വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ആ ഒരു ഡീറ്റെയിൽസ് കാണാം. അതിൽ ഏതൊക്കെയാണ് SC കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് എന്നുള്ള താഴെ കട്ടി കുറച്ച് നൽകിയത് കാണാം. ഈ ഒരു രീതിയിൽ കട്ടിയിൽ നൽകിയിട്ടുള്ളതാണ് നിങ്ങളുടെ ആ ഒരു ഓരോ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നൽകിയത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കാറ്റഗറി നൽകുന്ന സമയത്ത് അത് തെറ്റാതെ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ടുള്ളതാണ് വിദ്യാർത്ഥിയുടെ കോഴ്സ് സെലക്ഷൻ എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങളുടെ കോഴ്സ് ഓപ്ഷൻ നൽകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു SSLC റിസൾട്ട് ഓട്ടോമാറ്റിക്കലി വെബ്സൈറ്റിൽ വരുന്നതാണ്. അപ്പോൾ അത് കറക്റ്റ് ആണെന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് റീവാലുവേഷൻ അപേക്ഷിച്ചവർക്ക് ഈ ഒരു മാർക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. ഇത് ഈ ഒരു SSLC റിസൾട്ട് വെബ്സൈറ്റുമായിട്ട് ലിങ്ക് ചെയ്തൊരു ഏകജാല സംവിധാനം ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ SSLC റിസൾട്ട് ഓട്ടോമാറ്റിക്കലി വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോഴ്സിൻ്റെ ഓപ്ഷൻ നൽകുന്ന കാര്യത്തിലുള്ള ആ ഒരു പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഹയർ സെക്കൻഡറി ആണെങ്കിൽ നിങ്ങൾ ഹയർ സെക്കൻഡറി കോഴ്സിലേക്കാണ് പ്രവേശനം ആഗ്രഹിക്കുന്നതെങ്കിൽ വിവിധ കോമ്പിനേഷനുകളാണ് ഹയർ സെക്കൻഡറിയിൽ ഉള്ളത്. അപ്പോൾ ഹയർ സെക്കൻഡറിയിൽ തന്നെ നിങ്ങൾക്ക് സയൻസ് ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് ഉണ്ട്, കൊമേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ 3 ടൈപ്പ് ഗ്രൂപ്പുകളാണ് ഉള്ളത്. സയൻസിൽ തന്നെ ബയോളജി സയൻസ്, അതുപോലെ തന്നെ ബയോളജി എന്ന് പറഞ്ഞാൽ പണ്ട് നിങ്ങൾ മാത്തമാറ്റിക്സ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടാവുക. അതുപോലെ തന്നെ നിലവിൽ അതിൻ്റെ പേര് ബയോളജി സയൻസ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതനുസരിച്ച് അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് എന്നിവ അടങ്ങിയതാണ് ബയോളജി സയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ചില കുട്ടികൾ ഇതിന് ബയോമാത്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് പറയാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബയോളജി സയൻസ് എന്ന് പറയുന്നത് കോഡ് 1 അതായത് നിങ്ങൾക്ക് +2 ശേഷം മെഡിക്കൽ ഫീൽഡ് ആയിട്ടുള്ള, അതായത് നീറ്റ് പരീക്ഷയും ഇതുപോലുള്ള എഞ്ചിനീയറിംഗ് ഫീൽഡുമൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ബയോളജിയും അതുപോലെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും അടങ്ങിയിട്ടുള്ള ബയോളജി സയൻസ് കോഴ്സ് കോഡ് 1 കോഴ്സ് സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബയോളജിയും, അതായത് ഈ ഒരു നീറ്റ് പരീക്ഷ മാത്രമാണ് എഴുതാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു മാത്സ് ഇല്ലാതെ ആ ഒരു ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും അടങ്ങിയുള്ള ഹോം സയൻസ് ഒക്കെ എടുക്കാം. അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും ഗ്രൂപ്പ് B കോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കോഴ്സുകളുണ്ട്. ആ ഒരു കോഴ്സ് കോമ്പിനേഷനിൽ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി എന്നിവയാണുള്ളത്. അതുപോലെ അഡീഷണൽ മാത്തമാറ്റിക്സ് കൂടി പഠിക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഒരു നീറ്റ് പരീക്ഷയൊക്കെ എഴുതാനായിട്ട് സാധിക്കും. നിങ്ങൾ എടുക്കുന്ന കോഴ്സിൻ്റെ കോമ്പിനേഷനുകൾ, അതായത് ആ ഒരു കോഴ്സിൽ പഠിപ്പിക്കുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് പ്രത്യേകം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പറയാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളായിരിക്കണം ഫസ്റ്റ് നൽകേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ആ ഒരു സ്കൂളായിരിക്കണം നൽകേണ്ടത്. ആ ഒരു സ്കൂൾ നൽകുന്ന സമയത്ത് തന്നെ ആ ഒരു സ്കൂളിൽ ഏറ്റവും കൂടുതൽ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണോ ആ ഒരു കോഴ്സാണ് നിങ്ങൾ നൽകേണ്ടത്. ഒരു ഉദാഹരണത്തിന് സയൻസും കൊമേഴ്സും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസും 3 സബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പഠിക്കും. പക്ഷേങ്കിൽ സയൻസിനാണ് കൂടുതൽ പ്രയോറിറ്റി, പിന്നീട് കമ്പ്യൂട്ടർ സയൻസിനാണ്, പിന്നീട് കൊമേഴ്സിനാണ്, പിന്നീട് ഹ്യൂമാനിറ്റീസിനാണ്. ഇങ്ങനെ ഒരു പ്രയോറിറ്റി ഉള്ള ഒരു വിദ്യാർത്ഥി 10 സ്കൂളുകളാണ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം 1 മുതൽ 10 വരെയുള്ള സ്കൂളുകളിൽ സയൻസ് ഓപ്ഷൻ, അതായത് ബയോളജി സയൻസ് അല്ലെങ്കിൽ ബയോമാത്സ് ഓപ്ഷനായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ 10 സ്കൂളുകളിൽ ആദ്യം തന്നെ ബയോമാത്സ് നൽകി, പിന്നീട് വീണ്ടും ഇതേ 10 സ്കൂളുകളിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് നൽകുക. അതിനുശേഷം ഇതേ 10 സ്കൂളിൽ തന്നെ ഈ ഒരു കൊമേഴ്സ് നൽകുക. അതിനുശേഷം ഇതേ 10 സ്കൂളിൽ തന്നെ ഹ്യൂമാനിറ്റീസ് നൽകുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ആദ്യം സയൻസ് വേണ്ട എല്ലാ സ്കൂളുകളിലും സയൻസ് കൊടുക്കുക. അതിനുശേഷം പിന്നീട് കമ്പ്യൂട്ടർ സയൻസ് വേണ്ട സ്കൂളിലെല്ലാം കമ്പ്യൂട്ടർ സയൻസ് നൽകുക. അതുപോലെ അതിനുശേഷം കൊമേഴ്സ് വേണ്ട സ്കൂളിലൊക്കെ കൊമേഴ്സ് നൽകുക. ഹ്യൂമാനിറ്റീസ് വേണ്ട സ്കൂളിലൊക്കെ ഹ്യൂമാനിറ്റീസ് നൽകുക. ഈ ഒരു രീതിയിൽ ആദ്യം എല്ലാ സ്കൂളിലും സയൻസും, പിന്നീട് കമ്പ്യൂട്ടർ സയൻസും, പിന്നീട് കൊമേഴ്സും, പിന്നീട് ഹ്യൂമാനിറ്റീസും നൽകുക. അപ്പോൾ ഇങ്ങനെ നൽകാനായിട്ട് പറയുന്നതിന് കാരണം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഏത് സ്കൂളിലാണോ നൽകാൻ സാധിക്കുക എന്നുള്ളത് ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ഈ ഒരു സോഫ്റ്റ്വെയർ ചെക്ക് ചെയ്യുക ആദ്യത്തെ ഓപ്ഷൻ മുതലാണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് നൽകാൻ പറ്റുമോ എന്നുള്ളത് നോക്കും. അതിനുശേഷം അടുത്ത ഓപ്ഷൻ നോക്കും. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു പ്രോസസ്സ് ചെയ്യപ്പെടുക. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഓപ്ഷൻ ഈ ഒരു 10 ഓപ്ഷൻ നൽകുമ്പോൾ നിങ്ങളുടെ 10ാമത്തെ ഓപ്ഷൻ സയൻസ് ആണ് നിങ്ങൾക്ക്
അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ ഈ ഒരു 10ന് ശേഷമുള്ള 11 മുതലുള്ള എല്ലാ ഓപ്ഷൻസും ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. പിന്നീട് ഇതിന് മുകളിലുള്ള 1 തൊട്ട് 9 വരെയുള്ള ഓപ്ഷനുകളെ മാത്രമേ അടുത്ത അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷൻ നൽകുന്ന സമയത്ത് ആദ്യം സയൻസ് വേണ്ട സ്കൂളുകളിലെല്ലാം ഓപ്ഷൻ കൊടുക്കുക. പിന്നീട് മാത്രം കമ്പ്യൂട്ടർ സയൻസ് വേണ്ട എല്ലാ സ്കൂളുകളിലും ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം പിന്നീട് കൊമേഴ്സ് വേണ്ട സ്കൂളുകളിലെല്ലാം ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം ഹ്യൂമാനിറ്റീസ് വേണ്ട സ്കൂളുകളിലെല്ലാം ഓപ്ഷൻ കൊടുക്കുക. ഈ ഒരു രീതിയിൽ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. കഴിഞ്ഞ വർഷം ഒരു വിദ്യാർത്ഥിക്ക് സംഭവിച്ചൊരു തെറ്റായിരുന്നു. ആ ഒരു വിദ്യാർത്ഥിക്ക് സയൻസ് ആണ് പഠിക്കാൻ താല്പര്യം. പക്ഷേങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ഒന്നാമത്തെ ഓപ്ഷനായിട്ട് കൊണ്ടുപോയിട്ട് ഹ്യൂമാനിറ്റീസ് ആണ് കൊടുത്തത്. നോക്കുമ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് ഹ്യൂമാനിറ്റീസ് തന്നെയാണ് അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. പിന്നീട് ആ ഒരു വിദ്യാർത്ഥി സയൻസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഒരു വിദ്യാർത്ഥിക്ക് ഏകദേശം ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ ഒക്കെ ആവുന്ന സമയത്തായിരുന്നു ആ ഒരു വിദ്യാർത്ഥിക്ക് സയൻസിലോട്ടേക്ക് ട്രാൻസ്ഫർ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ട്രാൻസ്ഫർ എല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടണമെന്നുള്ളതിന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് വളരെ ശ്രദ്ധാപൂർവ്വം ഈ ഒരു ഓപ്ഷൻസ് നൽകേണ്ടതാണ്. ഇനി ഈ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെയാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും നൽകേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അതായത് രണ്ടിടത്തും കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഹയർ സെക്കൻഡറിയിൽ എടുക്കുന്നതാണ് കൂടുതൽ ഉത്തമമായിട്ടുള്ളത്. കാരണം ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ ടെമ്പററി ആയിട്ടെങ്കിലും അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലൊക്കെ പങ്കെടുക്കുന്നതിനായിട്ട് അവസരം ഉണ്ടായിരിക്കുമെങ്കിലും ഹയർ സെക്കൻഡറിയിൽ ഈ ഒരു രീതിയിൽ അവസരം കിട്ടുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറിയിൽ കിട്ടുകയാണെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിൽ മാത്രം ആദ്യം കിട്ടി അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ എടുക്കുക. പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് വേണമെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. കാരണം ഹയർ സെക്കൻഡറിയിൽ നിന്ന് നിങ്ങളുടെ TC ഒക്കെ വാങ്ങിച്ച് പോയി കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ഹയർ സെക്കൻഡറിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതായത് ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ പല ജില്ലകളിലേക്കും അഡ്മിഷനായിട്ട് അപേക്ഷ നൽകാം. അപ്പോൾ ഓരോ ജില്ലയിലേക്കും ഓരോ കാൻഡിഡേറ്റ് ലോഗിൻ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ജില്ലയിൽ ഒരു വിദ്യാർത്ഥിക്ക് ഒറ്റൊരു കാൻഡിഡേറ്റ് ലോഗിൻ മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അപേക്ഷ നൽകുന്ന സമയത്ത് ആ ഒരു ഡീറ്റെയിൽസ് ഒന്നും തെറ്റിയിട്ടില്ല എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.